അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വളരെ വളരെ സിമ്പിളാണ്, വളരെ ഭയങ്കര രുചിയാണ്. നമ്മുടെ ഉള്ളിച്ചോറ്. ഇതിന് പേരൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വിശേഷമായിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. എന്ന് വെച്ച് വളരെ സിമ്പിളാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങനെയാണ് അപ്പം കണ്ടോ, ഭയങ്കര രുചിയാണ്. ഇത് മാത്രം മതി, ഇച്ചിരി ഉപ്പും മാത്രം മതി. പിന്നെ പപ്പടമോ തോരനോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതൊരു വലിയ കറിയോ വലിയ ഒരു റെസിപ്പിയോ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം എല്ലാ ദിവസവും ഭയങ്കര കറികളൊന്നും കാണത്തില്ല. ചില ദിവസങ്ങളിൽ എത്ര കറി ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനൊന്നും ഒരു ഇഷ്ടവും കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൊച്ചുള്ളി വേണം കേട്ടോ. കൊച്ചുള്ളി തന്നെ വേണം. കൊച്ചുള്ളി കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്. ഇത്രയുമാണ് ഞങ്ങളിടുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, അങ്ങനെ എനിക്കറിയില്ല, ഉള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു രീതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, തോല് പൊളിച്ച്. അതുപോലെ ഇതിങ്ങനെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ, അഴുക്കൊന്നുമല്ല. ഞാൻ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. കൊണ്ടുവരുന്ന ഉടനെ വെയിലല്ലേ, അതുകൊണ്ട് ഉണങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ അഴുക്കൊന്നുമല്ല. അപ്പോൾ ഇത് പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വട്ടത്തിനാണ് അരിയേണ്ടത് കേട്ടോ. വട്ടത്തിനോ നീളത്തിനോ ചെറുതായിട്ട് അരിയണം, കനം കുറച്ചിട്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് വയ്യ കേട്ടോ, അതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്. എന്താ പറയുക, എൻ്റെ പനിയായതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ആർക്കും കഴിക്കാൻ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ തന്നെ ഇവിടെ ചോറ് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട നല്ലത് ചുമന്ന ചോറാണ് കേട്ടോ. വെള്ളച്ചോറിൽ ഞാൻ സത്യം പറയാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ചോറെല്ലാം നല്ലതല്ലേ, അതുകൊണ്ട് വെള്ളച്ചോറും നല്ലതായിരിക്കും. ചുമന്ന ചോറിലാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇനി നമുക്കിത് റെഡിയാക്കാം. നമ്മൾ പാത്രം അടുപ്പിച്ചിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ ഒഴിക്കാം, നെയ്യോ ഒഴിക്കാം. എനിക്ക് നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച വറ്റൽമുളക് ഇടണം. അതേ ഇതുപോലെ ചെറുതായിട്ട്. മുളക് പൊടി ഇടില്ല കേട്ടോ, മുളക് പൊടിയല്ല ഇടണ്ടേ, മുളക് മാത്രമാണ് ഇടണ്ടേ. ഇല്ല, ഒന്നുമില്ല, അത്രയ്ക്കും സിമ്പിളാണ്. പക്ഷേ അതുപോലെ ടേസ്റ്റ്. മുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉള്ളി കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഒന്ന് വറക്കണം. മൂക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്തൊന്നൊരു ഉള്ളിയൊക്കെ ഒന്ന് മൊരാന്നായിട്ട് വരണം. ഇതുപോലല്ല, വഴറ്റുമല്ല, മൂക്കണം. ആവട്ടെ, ചെറിയ നെയ്യിലിട്ട് മൂക്കാം. നെയ്യ് കരിഞ്ഞു പോരുതല്ലോ. വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഞാൻ അരിച്ചെടുത്തതെന്ന് ഇച്ചിരി തരിയൊക്കെ വീണിട്ടുണ്ട്. അതായി ഒരു നെയ്യ് ഒഴിച്ചപ്പോൾ ഒരു കളർ കണ്ടത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടോ. ഫേമസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ, നമ്മൾ ഈ വായനയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം. നമ്മുടെ നാലുകെട്ടി നോവലില്ലേ, MT സാറിൻ്റെ നോവൽ, അതിൽ നമ്മുടെ അപ്പുണ്ണി ഇതിൽ ഇങ്ങനെ ഒരു ഫുഡ് ഭയങ്കര കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അപ്പുണ്ണിയുടെ അമ്മ നെയ്യിലല്ല ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പുണ്ണിക്ക് കുഞ്ഞായിരുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ഒരു സമ്മാനമായിട്ട് അമ്മ പറയുന്നതാണ്, വെളിച്ചെണ്ണ മൂപ്പിച്ച ഉള്ളി മൂപ്പിച്ച ചോറ് കൊടുക്കാമെന്ന് പറയാറുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തതിൻ്റെ പരുവം. അപ്പം അതേപോലെ ഫേമസാണ്, അത്രയ്ക്കും രുചിയാണിതിന്. ആവശ്യത്തിന് ചോറ് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. എനിക്ക് കുറച്ച് മതി, അല്ലെങ്കിൽ അതിനകത്ത് ഇട്ടങ്ങ് ഇളക്കി എടുത്താലും നല്ലതാണ്. പക്ഷേ ഇച്ചിരി അത്രയും തിന്നാൻ വയ്യ, അതുകൊണ്ട് ഇച്ചിരി മതി, കുറച്ച് മതി. നമുക്ക് ഇതെത്ര വേണോ അതിനനുസരിച്ച് ചോറിലേക്ക് ഒഴിക്കാം. പപ്പടമോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. സത്യം പറയാലോ, ഞങ്ങളിതിന് ഒരു കറിയും ഇല്ലാതെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം കൊണ്ട്. പക്ഷേ എനിക്കൊന്നും വേണ്ട, ഇത് മാത്രം കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് പ്രിപ്പറേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്